ഹായ് ഓൾ, കെമിസ്ട്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. The electrons of the same orbitals can be distinguished by option A principal quantum number, option B azimuthal quantum number, option C magnetic quantum number, option D spin quantum number. Correct answer option D spin quantum number ആണ്. അതായത് ഒരു ഓർബിറ്റലിൽ സെയിം ഓർബിറ്റൽ എടുക്കുമ്പോഴത്തേക്ക് അതിൽ 2 ഇലക്ട്രോൺസ് കാണും. ആ 2 ഇലക്ട്രോൺസിൻ്റെയും സ്പിൻ ക്വാണ്ടം നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. ബട്ട് പ്രിൻസിപ്പൽ, അസിമുത്തൽ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്നിവ സെയിം ആകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if atomic size increases, screening effect also dash. Option A increases, option B decreases, option C will not change, and option D none. നമുക്കറിയാം അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പം നമ്പർ ഓഫ് ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്ക്രീനിങ് എഫക്റ്റിന് എന്ത് സംഭവിക്കുന്നു? സ്ക്രീനിങ് എഫക്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഇൻക്രീസസ്. Next question, the line spectrum of hydrogen obtained in the visible region of light corresponds to option A Lyman series, option B Balmer series, option C bracket series, option D Fun series. വിസിബിൾ റീജിയനിൽ വരുന്ന സീരീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജന്റെ വിസിബിൾ റീജിയനിൽ വരുന്ന സീരീസ് ബാൾമർ സീരീസ് ആണ്. ഓപ്ഷൻ ബി ബാൾമർ സീരീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി occupy D and F subshell. ഡിയും എഫ് സബ്ഷനിലും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ഡിക്ക് 5 ഓർബിറ്റൽസും എഫിന് 7 ഓർബിറ്റൽസും ഉണ്ടായിരിക്കും. അപ്പം ഡിയുടെ 5 ഓർബിറ്റൽസിലുമായിട്ട് മാക്സിമം 10 ഇലക്ട്രോണും എഫിൻ്റെ 7 ഓർബിറ്റൽസിലായിട്ട് 14 ഇലക്ട്രോൺസും ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി 10, 14 ആണ് കറക്റ്റ് ആൻസർ.